കവിതയുടെ ലോകത്ത് വിശ്വദർശനം സൂക്ഷിച്ച കവിയായിരുന്നു പ്രൊഫസർ ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് 47 വയസ്സ് തികയുന്നു. സാഹിത്യത്തിനുള്ള പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠം ആദ്യമായി നേടിയത് ജി ആയിരുന്നു. ഇന്നു ഞാൻ നാളെ നീ. അദ്ദേഹത്തിൻ്റെ വരികൾ എത്രമാത്രം ഫിലോസോഫിക്കലാണ് എന്ന് മനസ്സിലാക്കാൻ ആ ഒറ്റ വരി മതിയാകും. ഇന്ന് എൻ്റെ ഊഴം, നാളെ നിൻ്റെ ഊഴം. ജിയുടെ ഓർമ്മകൾക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ മറ്റുള്ള കവിതയുടെ ലോകം തുറന്നു വയ്ക്കും. ഒരേ സമയം കാൽപ്പനികതയും ദാർശനികതയും ഒത്തുചേരുന്ന കവിതകൾ. അനാദിയായ വെളിച്ചത്തെ ആവോളം നുകർന്ന കവി. അന്വേഷണം, എന്റെ വേളി, സൂര്യകാന്തി, ഇന്നു ഞാൻ നാളെ നീ തുടങ്ങിയ പ്രശസ്ത ഭാവഗീതങ്ങളടങ്ങിയ സൂര്യകാന്തി ജിയെ അതിപ്രശസ്തനാക്കി. പ്രകൃതി വർണ്ണനകളായിരുന്നു ആദ്യകാല കവിതകളിൽ ഏറെയും. കാൽപ്പനിക സൗന്ദര്യം ആ വരികളിൽ നിറഞ്ഞു നിന്നു. ആ വിശുദ്ധമാം മുഗ്ധപുഷ്പത്തെ കണ്ടില്ലെങ്കിൽ, ആ വിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ. തന്റെ വേർപാടിൽ സൂര്യന്റെ മനോഗതത്തെക്കുറിച്ചുള്ള സൂര്യകാന്തിയുടെ പ്രത്യാശയിലൂടെ പ്രണയത്തിന്റെ ഏറ്റവും മനോഹരമായ തലത്തിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു കവി. ഇന്നു ഞാൻ നാളെ നീ എന്ന കവിതയിലെത്തുമ്പോൾ വിചാരത്തിന്റെ യുക്തി നിറഞ്ഞ വിശ്വദർശനമാണ് കാണാൻ കഴിയുക. ടാഗോർ കവിതകളെ ഏറെ സ്നേഹിച്ച കവി ഗീതാഞ്ജലി കാവ്യഭംഗിയോടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അധ്യാപകൻ, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, രാജ്യസഭാംഗം, അങ്ങനെ വിവിധ മേഖലകളായിരുന്നു ജിയുടെ തട്ടകം. നിമിഷം, ഓടക്കുഴൽ, പഥികന്റെ പാട്ട്, വിശ്വദർശനം തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും, മേഘഛായ, ഗീതാഞ്ജലി, വിലാസഹരി തുടങ്ങിയ വിവർത്തനങ്ങളും, ടിപ്പു, ഹൈദരലി എന്നീ ജീവചരിത്രങ്ങളും ജിയുടേതാണ്. വിശ്വദർശനം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചു. ഓടക്കുഴലിന് 1965 ജ്ഞാനപീഠം ലഭിച്ചു. പത്മഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. 1000 പ്രപഞ്ചത്തെ ഉറക്കി പുതപ്പിച്ചും 1000 പ്രപഞ്ചത്തെ ഉണർത്തി താലോലിച്ചും ജിയുടെ വരികൾ കാലപ്രവാഹത്തിലും ശോഭമങ്ങാതെ നിലനിൽക്കുന്നു. റിസർച്ച് ഡെസ്ക് 24.